മലപ്പുറത്ത് സംഘടിപ്പിച്ച ലീഗ് സമസ്ത സമവായ ചർച്ച ആരംഭിച്ചിരിക്കുകയാണ്. സമസ്തയിലെ ലീഗ് വിരുദ്ധർ ചർച്ചയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ലീഗ് അനുകൂലികൾ യോഗത്തിനെത്തിയിട്ടുണ്ട്. ഒരു വിഭാഗം പങ്കെടുക്കുന്നില്ല എന്ന് പറയുന്നു. അതിന് ആര് പങ്കെടുക്കുന്നില്ല, ഞങ്ങളെല്ലാം കൂടി ഇരിക്കുകയാണ്. അത് സാധാരണ ഇരിക്കണം, അതിന് തുടർച്ചയായിട്ട് ഇരിക്കാന്ന് മാത്രമേ ഉള്ളൂ. മുസ്ലിം ലീഗ് നേതാക്കന്മാരും സമസ്ത നേതാക്കന്മാരും ഒക്കെ കൂടി ഇരിക്കണ ഒരു വേദി എന്നുള്ളൂ. അപ്പൊ നിങ്ങൾ വന്നെന്നുള്ളത് ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ പക്ഷെ 20 പേരെ ചർച്ചയ്ക്ക് വിളിച്ചു. അത് ഞങ്ങൾ പിന്നെ വിളിക്കും. ഇപ്പൊ വിട്ടുനിൽക്കുന്ന നടപടി വരുമോ? എല്ലാവരും പങ്കെടുക്കുമോ? ശരി, എല്ലാവരെയും യോഗത്തിന് പങ്കെടുപ്പിക്കാൻ പോലും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ലീഗ് വിരുദ്ധർ പങ്കെടുത്തില്ല യോഗത്തിൽ. രാവിലെ സദിഖലി തങ്ങൾ പറയുകയും ചെയ്തു, പങ്കെടുക്കാത്തത് നേതൃത്വത്തിനോടുള്ള വെല്ലുവിളിയെന്നാണ്. അപ്പൊ അരുൺ പറയും, അരുൺ ഇപ്പോഴും പങ്കെടുക്കാത്ത ആളുകളുണ്ടോ, അതോ എല്ലാവരും പതുക്കെ സമവായത്തിന്റെ പാതയിൽ വരുന്നുണ്ടോ? ഇനി പങ്കെടുക്കാത്തവർക്കെതിരെ കാണുന്നതല്ല ഈ തരത്തിലുള്ള രീതികളൊന്നും അല്ലെ. ലീഗിലോ ആണെങ്കിലും സംസ്ഥയിലാണെങ്കിലും ഒന്നും തന്നെ ഇങ്ങനെ വിട്ടുനിൽക്കുകയും പരസ്യമായിട്ട് ആ പ്രതിഷേധം അറിയിക്കുകയും മാധ്യമങ്ങൾക്ക് അത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവുക ചെയ്യുന്നത് അത്ര സാധാരണമല്ല. എന്താണ് അരുൺ സ്ഥിതി? ദിവിഷ്, അക്ഷയ, സമസ്തയിൽ സമവായമില്ല എന്ന് തന്നെ ഈ ഘട്ടത്തിൽ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ലീഗ് വിരുദ്ധരും ലീഗ് അനുകൂലികളും തമ്മിലുണ്ടായ ഒരു തർക്കം, അത്തരത്തിലൊരു വിഭാഗീയത നിലനിന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു യോഗം വിളിക്കാനുള്ള ഒരു നീക്കം. അത് ലീഗിൻ്റെ ഇടപെടലോടുകൂടി തന്നെ ഇത്തരത്തിലൊരു യോഗം വിളിക്കുന്നത്. പക്ഷേ ഒരു വിഭാഗം അതിൽ പങ്കെടുക്കാതെയാണ് ഈ യോഗം പുരോഗമിച്ചത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിൽ വ്യക്തമാവും ഇത്തരത്തിലൊരു സമവായ ചർച്ച പോലും സമവായത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ലീഗും നേരത്തെ തന്നെ നിലപാട് കടുപ്പിച്ചതാണ്. കാരണം നേരത്തെ തന്നെ ഈ ലീഗ് വിരുദ്ധ ഈ യോഗത്തിന് വഴങ്ങുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ സദിഖലി തങ്ങൾ നേരിട്ടെത്തി തന്നെ ഒരു പ്രതികരണം അറിയിച്ചതാണ്. അത് ഒരു ധിക്കാരപരമായ സമീപനമാകും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും യോഗം അല്പസമയത്തിനകം തന്നെ അവസാനിച്ച് നേതാക്കൾ പുറത്തേക്ക് വരുന്നുണ്ട്. അവരുടെ പ്രതികരണം ഇപ്പോൾ തന്നെ നമുക്ക് ലഭ്യമാകും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇനി എന്ത് എന്നൊരു ചോദ്യമാണ് അവിടെ അവശേഷിക്കുന്നത്. ഈ ലീഗ് വിരുദ്ധർ അതേ നിലപാടിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും നമുക്ക് ഈ ഘട്ടത്തിൽ തന്നെ പ്രതികരണം നമുക്ക് പ്രതീക്ഷിക്കുകയാണ്. അബ്ദുസമദ് പൂക്കോട്ടൂർ ഉൾപ്പെടെയുള്ള ലീഗ് അനുകൂല വിഭാഗമാണ്, അവരുടെ പ്രതികരണമാണ്. ഞങ്ങളൊന്നും പ്രതികരിക്കുന്നില്ല. ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചു, ഞങ്ങൾ വന്നു. ഉസ്താദ്മാർ വിളിച്ചതാണ് ചർച്ചയ്ക്ക്, അല്ല ഞങ്ങളുണ്ടാക്കിയ ചർച്ചയല്ല. വിളിച്ചു, ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറയുകയും രേഖാമൂലം സമർപ്പിക്കുകയും ചെയ്തു. ഇനി വിശദവിവരം പറയേണ്ടത് ഉസ്താദ്മാരാണ്. അതേസമയത്ത് ഒരു വിഭാഗം വന്നിട്ടില്ല, അത് അവരുടെ കാര്യം ഞങ്ങളല്ല പറയേണ്ടത്. ഉസ്താദ്മാർ വിളിച്ചാൽ വരിക എന്നുള്ളതാണ് ഞങ്ങളുടെ അച്ചടക്കം. അത് ഞങ്ങൾ പാലിച്ചു. അവർ വിളിച്ചു, ഞങ്ങൾ വന്നു, ഞങ്ങളുടെ കാര്യങ്ങൾ പറയുകയും രേഖപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. കൂടുതലൊന്നും നിങ്ങൾ പത്രക്കാരോട് സംസാരിക്കേണ്ടതില്ല എന്ന് ഉസ്താദ്മാർ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞുകൊള്ളാം എന്നവർ പറഞ്ഞതുകൊണ്ട് ഇപ്പോഴൊന്നും പ്രതികരിക്കുന്നില്ല. നമുക്ക് പിന്നീട് കാണാം. സംശയമുണ്ടോ? ഞങ്ങൾ അച്ചടക്കം അച്ചടക്ക ലംഘനം തന്നെ അല്ലേ? സംശയമുണ്ടോ? ഞങ്ങൾ അച്ചടക്കമുള്ള പ്രവർത്തകരായി അല്ലേ ഉസ്താദ്മാർ വിളിച്ചാൽ വരണം. അരുൺ, അപ്പോൾ വരാത്തത് അച്ചടക്ക ലംഘനം തന്നെയാണ്. ഇത് ഇന്നിങ്ങനെ പോയാലും ഒരു അല്ലേ ചർച്ചകളിലേക്ക് പോകാതിരിക്കാൻ കഴിയുമോ? എന്തായാലും മാറ്റവുമില്ലാതെ അതുപോലെ തുടരുന്നു എന്നത് അതേ നിലപാടിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. ഈ ചർച്ച കൊണ്ട് യാതൊരു പരിഹാരവും ഉദ്ദേശ പരിഹാരം എന്തായാലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഈ ലീഗ് ഇടപെടുന്നത് തന്നെയാണ് ലീഗ് വിരുദ്ധ. ശരി, അരുൺ അമൃതനാഥാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സമവായ ചർച്ചയിലും ഒരു പരിഹാരം, സമസ്തയിൽ ഒരു സമവായം ഉണ്ടാകുന്നില്ല. അവിടെയും രണ്ടു തട്ടിലാണ്. ഇത്രയും ആളുകൾ ഏറെയായി ഈ ഒരു കശപിശ തുടങ്ങിയിട്ട് അത് പരിഹരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇന്നും കഴിയുന്നില്ല.